ജീവകാരുണ്യ പ്രവർത്തകനായ കബീർ റഹ്മാന് പെരുമ്പാവൂർ യുവജന കൂട്ടായ്മയുടെ ആദരം. വ്യാഴാഴ്ച പ്രസ് ഹാളിൽ ചേർന്ന ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ PA കാസിം പുരസ്കാരം സമർപ്പിച്ചു. ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ് കബീർ. പെരുമ്പാവൂർ മേഖലയിൽ ഒരു പതിറ്റാണ്ടിലധികമായി പരസ്യപ്രചരണങ്ങളില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വ്യക്തിത്വമാണ് കബീർ റഹ്മാൻ. നിർധനരായ ആളുകളെ കണ്ടെത്തി വീട് വയ്ക്കാൻ സ്ഥലം, ടോയ്ലറ്റ്, കുട്ടികൾക്ക് ഫീസ്, പഠനോപകരണങ്ങൾ, രോഗികൾക്ക് മരുന്നും വീൽചെയറുകളും ഊന്നുവടികളും എന്നിവയെല്ലാം കബീർ നൽകി വരുന്നുണ്ട്. ഭക്ഷണ കിറ്റുകൾ, കട്ടിലുകൾ, വീൽചെയറുകൾ, തയ്യൽ മെഷീൻ, വെൽഡിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ എന്നിവയും അർഹരായവർക്ക് ഇദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്നും ഒരു രൂപ പോലും കൈപ്പറ്റാതെ സ്വന്തം വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ടാണ് കബീർ ഇതെല്ലാം നിറവേറ്റുന്നതും. നന്മ നിറഞ്ഞ ഈ പ്രവർത്തനങ്ങളുടെ പേരിൽ പെരുമ്പാവൂർ യുവജന കൂട്ടായ്മ വ്യാഴാഴ്ച പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പുരസ്കാരം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ PA കാസിം പുരസ്കാര മെമൻഡോ സമ്മാനിച്ചു. യുവജന കൂട്ടായ്മ പ്രസിഡന്റ് CM അക്ഷർ, ജനറൽ സെക്രട്ടറി NP ഉമ്മർ, രാജൻ PV എന്നിവർ പൊന്നാടി അണിയിച്ചു. A പരീദ്, PA മാഹിൻ, KA കരീം തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണഗതിയിൽ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളെ നമ്മൾ വളരെ പോപ്പുലർ ആവാറാണ് പതിവ്. ഇതുവരെയും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ കഴിഞ്ഞ 10 വർഷക്കാലം സ്വന്തം കയ്യിൽ നിന്നും ചെറിയ ചെറിയ തുകകളെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് ഒരു മൊബൈൽ ഉപയോഗിക്കണമെന്നുള്ള പ്രായമായ വയോധികരായ ആളുകൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മൊബൈൽ ഫോൺ, അതുപോലെ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്നവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഷീറ്റ് മാറ്റിക്കൊടുക്കുക, അതുപോലെ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ അടുത്ത ഒരു വീടിൻ്റെ ഒരു പ്രായമായ അല്ലെങ്കിൽ വീൽ ചെയറിൽ പോകുന്ന ഒരു കിടപ്പ് രോഗി കിടക്കുന്ന വീടിൻ്റെ ടോയ്ലറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ നേരിട്ട് പോയി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തിയാണ് കബീർ റഹ്മാൻ. ആരാരും അറിയപ്പെടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചു വരികയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തെ സമൂഹം തിരിച്ചറിയാൻ തുടങ്ങിയത്. ന്യൂഡൽഹി സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഭാരത് സേവക് സമാജ് തിരുവനന്തപുരത്ത് വെച്ച് ദേശീയ പുരസ്കാരം നൽകി കബീറിനെ ആദരിച്ചിട്ടുണ്ട്. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി APJ അബ്ദുൽ കലാം സ്റ്റേറ്റ് അവാർഡ് ജേതാവുമാണ് കബീർ. കേരള മാപ്പിള കലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരം കോഴിക്കോട് വെച്ചും അദ്ദേഹം ഏറ്റുവാങ്ങി. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് പെരുമ്പാവൂർക്കാരനായ കബീർ റഹ്മാനെ എന്തുകൊണ്ടും പെരുമ്പാവൂർ യുവജന കൂട്ടായ്മ ആദരിക്കണം, അനുമോദിക്കണം എന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ലക്ഷ്യവുമായാണ് കബീർ റഹ്മാൻ മുന്നോട്ട് നീങ്ങുന്നത്. അത് ഇനിയും നിങ്ങൾക്ക് പെരുമ്പാവൂരിലുള്ള മാധ്യമ പ്രവർത്തകർക്കും പെരുമ്പാവൂരിലുള്ള സമൂഹത്തിനും മനുഷ്യ സമൂഹത്തിനും തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നും അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.